കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ വ്യതിരിക്തമായ മതബോധവും സംഘബോധവും നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത് ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് എന്ന് ഈ വേദിയിൽ ഇതിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരൈക്യത്തിൻ്റെ ശബ്ദമാണ്. ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സ് സാധാരണക്കാരായ ആളുകൾ എന്നതിലുപരി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹല്ലുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന നിസ്വാർത്ഥരായ സേവകരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സേവനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കരുത്തു പകരുന്ന ഒന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കറിയാം. കേരളത്തിലെ മഹാരഥന്മാരായ ഉലമാക്കൾ ദീനീ പ്രവർത്തനത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് പകർന്നു തന്നു. അവരത് കൃത്യമായി പകർന്നു തന്നപ്പോൾ സാധാരണക്കാരായ ആളുകൾ അത് ഉൾക്കൊണ്ടു. ഈ സാധാരണക്കാരെ പണ്ഡിതോപദേശത്തിനനുസരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കി അവരെ പ്രവർത്തനക്ഷമമാക്കി അതിനുവേണ്ട പണം കൊടുത്തും നേതൃത്വം കൊടുത്തും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും അവർക്ക് മുമ്പിൽ നിന്ന് ധൈര്യം പകർന്നു കൊടുത്തത് നമ്മുടെ മഹല്ലത്തിലെ ഉമറാക്കളാണ്. പ്രവർത്തിക്കാൻ സാധാരണക്കാരും നമ്മളെ പ്രവർത്തന സജ്ജനാക്കുന്നതിന് വേണ്ടിയുള്ള ദീനിയായ ഉത്ബോധനം നമുക്ക് തരാൻ ബഹുമാനപ്പെട്ട അലിമീങ്ങളും ആ അലിമീങ്ങളുടെ ഉപദേശം പ്രാവർത്തികമാക്കാൻ കെൽപ്പുള്ള ഉമറാക്കളും. ഇതാണ് നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ സംഘശക്തി വർദ്ധിപ്പിക്കുവാനും പ്രയോഗതലത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും ഇന്ത്യയിൽ നിന്നു തന്നെ വേറിട്ട ഒരു സാംസ്കാരിക പ്രബുദ്ധതയും പ്രതിബദ്ധതയും നമുക്കുണ്ടാക്കി തന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ സ്വതന്ത്രമായി ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വരെ നടത്താനും അതിനെ അന്താരാഷ്ട്ര പ്രസിദ്ധമാക്കാനും നമുക്ക് കഴിഞ്ഞത് ഈ ഉലമ ഉമറ കൂട്ടായ്മ കൊണ്ടാണ്. 70കളിൽ ആരംഭിച്ച ഈ മഹൽ സംരംഭത്തിന്റെ ഏറ്റവും വലിയ പ്രൗഢമായ ഉദാഹരണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അഭിമാനമായി ഇന്ന് ചമ്മാട്ട് ഉയർന്നു നിൽക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അത് യഥാർത്ഥത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരു പ്രൊഡക്റ്റാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സമസ്തയുടെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ഒക്കെ പുതിയ മദ്രസകൾ ആരംഭിക്കുകയും ദീൻ എന്തെന്നറിയാത്ത ആളുകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ക്രിയാത്മകമായ മുന്നേറ്റം നടത്തുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നവരാണ് നമ്മൾ. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കഴിയാത്ത, മധ്യേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കഴിയാത്ത, കേരളീയേതര സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന് സാധ്യമാകാത്ത മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് മക്തബുകൾ സ്ഥാപിച്ചുകൊണ്ടും 2 വിദ്യാഭ്യാസവും അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്നുകൊണ്ടും ഈ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചെയ്യുന്ന സേവനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അവരെ നിർത്തലാണ്. ഇത്ര വലിയൊരു നവോത്ഥാനം ഇന്ന് കേരളത്തിൽ ഏതൊരു സംഘത്തിനാണ് മതമേഖലയിൽ ചെയ്യാൻ സാധിച്ചത്? കേരളത്തിലെ മതമേഖല മുഴുവൻ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. സമത്വക്കൊപ്പം എത്താൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. അവരെ കുറ്റപ്പെടുത്തുകയല്ല, വസ്തുത പരിശോധിച്ചാൽ ആർക്കും അത് ബോധ്യപ്പെടുകയാണ്. നമ്മുടെ കാര്യം നമ്മൾ പർവ്വതീകരിച്ച് പറയുകയല്ല, പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന സകല സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അനവരതം തുടരണമെങ്കിൽ ഈ ബാന്ധവം ശരിക്കും നിലനിന്നേ പറ്റൂ. ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും ഒരുമിച്ച് നിന്നേ പറ്റൂ. അതേ സമയത്ത് മതപരമായ പ്രവർത്തനത്തെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ, മതനിഷേധത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകൾ മതമേഖലയിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയും ഭിന്ന വീക്ഷണങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, അപസ്വരങ്ങൾ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അവർക്ക് മുന്നോട്ട് പോകാനും തുടർന്നു പോകുവാനുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമൂഹത്തിന്റെ സംഘർഷത്തിൽ വിള്ളലുണ്ടാക്കുവാനും നമുക്കിടയിൽ അസ്വാരസ്യങ്ങൾ പരത്തുവാനും അവർ ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ ചട്ടുകങ്ങളായി നിൽക്കുന്നതിന് പകരം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പ്രതികരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മാറണം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നിങ്ങളൊരു സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് തുറന്നു നോക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെയൊക്കെ ഭിന്നതകളുടെ ശബ്ദങ്ങളാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ മുസ്ലിം സമൂഹം ലോകത്ത് വിജയിച്ചതും വളർന്നതും മുന്നോട്ട് പോയതും മുഴുവൻ ഐക്യത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. ലോക ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠം അതാണ്. എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഒരുമിച്ച് നിന്നാൽ അതിന്റെ ഗുണമുണ്ടാകും, ഭിന്നിച്ചു നിന്നാൽ അത് വലിയ അപകടവും വരുത്തും. ആദർശം സമൂഹത്തിൽ കൃത്യമായി പ്രചരിപ്പിക്കുവാൻ പൂർവകാല നേതാക്കൾ എല്ലാ സംരംഭങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് പഠിച്ചത്.